എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിലെ ഒരുപക്ഷെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു ചതിയുടെ കഥയുണ്ടല്ലോ, അതിൻ്റെ ഉള്ളറകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം ഇതാണ്: മാന്ത്രികമായി പൂട്ടിയിട്ടിരിക്കുന്ന ഒരു കോട്ട, അത് എങ്ങനെ തകർക്കാൻ പറ്റും? അതായത് ഒരു തരത്തിലും ഭേദിക്കാൻ പറ്റാത്ത ഒരു പ്രതിരോധം. ഉത്തരം വളരെ സിമ്പിളാണ്, പക്ഷെ അത്രയേറെ സങ്കീർണവുമാണ്. പുറത്തുനിന്ന് തകർക്കാൻ പറ്റില്ലെങ്കിൽ അകത്തുള്ള ആളെക്കൊണ്ട് തന്നെ വാതിൽ തുറപ്പിക്കുക. ഇതൊരു സാധാരണ യുദ്ധതന്ത്രമല്ല, മറിച്ച് മനസ്സിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു കളിയാണ്. ശരി, അപ്പോൾ ഈ തന്ത്രം എങ്ങനെയാണ് പ്രയോഗിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. കഥ തുടങ്ങുന്നത് നമ്മുടെ വില്ലനായ രാവണനിൽ നിന്നാണ്. തന്റെ ലക്ഷ്യമായ സീതയെ ഒറ്റപ്പെടുത്താനുള്ള എല്ലാ കളങ്ങളും അയാൾ ഒരുക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത നീക്കത്തിനുള്ള സമയമാണ്. പക്ഷേ രാവണൻ ധൃതി കാണിക്കുന്നില്ല. പകരം ഒരു വേട്ടക്കാരന്റെ അതേ ക്ഷമയോടെ അയാൾ കാത്തിരിക്കുകയാണ്. എന്തിനാണെന്നോ, സീതയുടെ ഉള്ളിലെ പേടി വളർന്ന് അത് സഹിക്കാനാവാത്ത ഏകാന്തതയായി മാറുന്ന ആ ഒരു നിമിഷത്തിനു വേണ്ടി. രാവണൻ അറിയാമായിരുന്നു, തകർക്കേണ്ടത് മാന്ത്രികമായ ലക്ഷ്മണരേഖയല്ല, മറിച്ച് സീതയുടെ ധാർമ്മികമായ ബോധത്തെയാണെന്ന്. ശരി, അപ്പോൾ ഇനിയാണ് ഈ കളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. രാവണന് വെറുമൊരു വേഷമാറ്റം മതിയായിരുന്നില്ല. അയാൾക്ക് വേണ്ടത് പുണ്യത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ആയുധമായിരുന്നു. അതിനയാൾ തിരഞ്ഞെടുത്തത് ഒരു ഭിക്ഷുവിൻ്റെ വേഷമാണ്. അതായത് അലഞ്ഞു നടക്കുന്ന ഒരു സന്യാസിയുടെ വേഷം. ആലോചിച്ചു നോക്കൂ, വനത്തിൽ ഏറ്റവും ബഹുമാനം കിട്ടുന്ന, അതേസമയം ഏറ്റവും ദുർബലനെന്ന് തോന്നുന്ന ഒരാൾ. അന്നത്തെ ഒരു രീതി അനുസരിച്ച് ഒരു ഭിക്ഷു വീട്ടുപടിക്കൽ വന്നാൽ അവരെ സേവിക്കുക എന്നത് ഒരു ഗൃഹസ്ഥയുടെ ഏറ്റവും വലിയ കടമയാണ്. ആ കടമയാണ് രാവണൻ തൻ്റെ കെണിയാക്കി മാറ്റിയത്. ഈ മാറ്റം എത്രത്തോളം സൂക്ഷ്മമായിരുന്നുവെന്ന് നോക്കൂ. 10 തലകളും 20 കൈകളുമുള്ള രാജാവായ രാവണൻ തൻ്റെ രാജകീയ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് മുണ്ടനം ചെയ്ത ഒറ്റത്തലയും കയ്യിലൊരു ദണ്ഡും ഭിക്ഷാപാത്രവുമായി കാഷായം ധരിച്ച ഒരു സാധാരണ സന്യാസിയായി മാറുന്നു. അധികാരമോഹത്തിന് പകരം കപടമായ ഒരു ശാന്തത മുഖത്ത് വരുത്തുന്നു. ഇതിലെ ഓരോ മാറ്റവും ആ ധാർമ്മിക കെണി കൂടുതൽ മുറുക്കാൻ വേണ്ടിയായിരുന്നു. ഇതിനെയാണ് മായ എന്ന് പറയുന്നത്. അതായത് ഒരു മിഥ്യാബോധം ഉണ്ടാക്കാനുള്ള കഴിവ്. രാവണന്റെ ഈ വേഷമാറ്റം വെറും ശാരീരിക മാത്രമായിരുന്നില്ല. തന്റെ ഭീകരമായ യഥാർത്ഥ രൂപത്തെ വിശുദ്ധിയുടെ ഒരു മുഖമൂടി വെച്ച് അയാൾ പൂർണ്ണമായും മറച്ചുപിടിച്ചു. അപ്പോൾ കെണി ഒരുങ്ങി. വേഷം മാറിയ രാവണൻ തന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. അയാൾ നേരെ കുടിലിലേക്ക് കയറി ചെല്ലുകയല്ല ചെയ്യുന്നത്. പകരം ഒരു ഗൃഹസ്ഥയുടെ കടമകളെ പുകഴ്ത്തുന്ന വേദമന്ത്രങ്ങൾ പതുക്കെ ചൊല്ലിക്കൊണ്ട് അവിടേക്ക് നടന്നുവരുന്നു. അയാളുടെ ആയുധം ആ ശബ്ദമാണ്. ആ മന്ത്രങ്ങളിലൂടെ അയാൾ പറയാതെ പറയുകയാണ്, ഞാനൊരു പുണ്യാത്മാവാണ്, എന്നെ സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ ധർമ്മമാണ് എന്ന്. അവിടെയാണ് ലക്ഷ്മണരേഖയുള്ളത്. തിന്മയെ തടയാൻ വരച്ച ആ മാന്ത്രിക രേഖ. രാവണന് മറികടക്കേണ്ടത് ഈ വരയാണ്. പക്ഷെ അയാൾക്കറിയാം, ആ വരയുടെ യഥാർത്ഥ താക്കോല് സീതയുടെ മനസ്സിലാണെന്ന്. ഒരു സന്യാസിയെ കണ്ടതും സീത തന്റെ ധർമ്മം എന്താണോ അതനുസരിച്ച് പ്രവർത്തിച്ചു. സ്വാഗതം, അങ്ങേക്ക് ഞാൻ ഭക്ഷണം നൽകാം എന്ന് പറഞ്ഞ് അവരെ ഉടൻ തന്നെ ആതിഥ്യമരുളാൻ തയ്യാറായി. ദേ, ഇവിടെയാണ് രാവണന്റെ തന്ത്രം അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തുന്നത്. അയാൾ പറയുകയാണ്, മകളെ, ഞാൻ ആ വര കടക്കുമില്ല, നിന്റെ കയ്യിൽ നിന്ന് അല്പം വെള്ളം തന്നാൽ മതി. കണ്ടോ, അയാൾ സീതയുടെ കടമയെ അവർക്കെതിരെ തന്നെ ഒരു ആയുധമാക്കി മാറ്റി. ഇപ്പോൾ ആ സന്യാസിയെ സേവിക്കണമെങ്കിൽ ലക്ഷ്മണരേഖ കടക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം സീതയുടെ ചുമലിലായി. ഒരു വശത്ത് തൻ്റെ കടമ, മറുവശത്ത് ലക്ഷ്മണന്റെ മുന്നറിയിപ്പ്. ഈ ധർമ്മസങ്കടത്തിൽപ്പെട്ട് സീത ഒരു തീരുമാനമെടുക്കുകയാണ്. അതോടെ ആ കളി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കെത്തുന്നു. സീത നൽകിയ ഭിക്ഷയിൽ രാവണന്റെ വിരലുകൾ സ്പർശിച്ച ആ നിമിഷം സീത അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ കണ്ടത് ഒരു സന്യാസിയുടെ ശാന്തതയായിരുന്നില്ല, മറിച്ച് എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ആർത്തി നിറഞ്ഞൊരു തീയായിരുന്നു. അത് ഒരൊറ്റ നോട്ടത്തിൽ ആ മായയുടെ മുഖം മൂടി അഴിഞ്ഞു വീണു. പിന്നെ സംഭവിച്ചതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആ സൗമ്യമായ നോട്ടം മാറി, ശരീരം വലുതാകാൻ തുടങ്ങി. ഒറ്റത്തല 10 മാറി. മുന്നിൽ നിൽക്കുന്നത് ലങ്കയുടെ അധിപനായ രാവണൻ. ആ കാഷായ വസ്ത്രമെല്ലാം അലിഞ്ഞില്ലാതായി. തന്റെ ഭീമാകാരമായ രൂപത്തിൽ അയാൾ വെളിപ്പെട്ടു. പക്ഷേ സീത ഭയന്നു വിറച്ചില്ല. ആ ഞെട്ടൽ ഉടൻ തന്നെ അടക്കാനാവാത്ത കോപമായി മാറി. സന്യാസി വേഷം കെട്ടിയ കുറുക്ക, എന്നെ തൊട്ടാൽ നീ നിന്റെ ചിതയ്ക്കാണ് തീ കൊളുത്തുന്നത് എന്ന് പറഞ്ഞ് അവരയാളുടെ അന്ത്യം പ്രവചിക്കുകയാണ് ചെയ്തത്. ആ നിമിഷത്തിലെ സീതയുടെ ആ ധൈര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. രാവണൻ ആ വര കടക്കാൻ ഒരുങ്ങിയതും ലക്ഷ്മണരേഖ ഒരു വെളുത്ത അഗ്നിമതില് പോലെ ആളിക്കത്തി. ആ മന്ത്രശക്തി കുറച്ചു നേരത്തേക്ക് രാവണനെ തടഞ്ഞു നിർത്തി. പക്ഷേ തനിക്ക് കിട്ടിയ വരങ്ങളുടെ ശക്തി ഉപയോഗിച്ച് രാവണൻ ആ പുണ്യരേഖയെ നേരിട്ടു. ഒടുവിൽ ഒരു ആത്മീയമായ അസ്ഥി ഒടിയുന്നതുപോലെ ഒരു ശബ്ദത്തോടെ
അയാൾ ആ രേഖ ഭേദിച്ചു. ആ സംരക്ഷണ വലയം തകർന്നു തരിപ്പണമായി. ഇതിനൊരു വലിയ അർത്ഥമുണ്ട്. സത്യം തിരിച്ചറിയാനുള്ള വിവേകം നമുക്കില്ലെങ്കിൽ വെറും ആചാരങ്ങൾ കൊണ്ടുള്ള സംരക്ഷണത്തിനൊരു വിലയുമില്ല എന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയായിരുന്നു അത്. അപ്പോ രാവണൻ തന്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ഈ തന്ത്രത്തിന്റെ യഥാർത്ഥ പ്രത്യാഘാതം എന്തായിരുന്നു? നമുക്ക് നോക്കാം. രാവണന്റെ പിടിയിലായിട്ടും സീത ഒരു നിമിഷം പോലും നിസ്സഹായയായില്ല. അവർ ഉടൻ തന്നെ പ്രതിരോധിക്കാൻ തുടങ്ങി. വനദേവതകളോട് ഉറക്കെ നിലവിളിച്ച് കാര്യം പറഞ്ഞു. തന്റെ മേൽവസ്ത്രം കീറി ഒരടയാളമായി താഴേക്കിട്ടു. തന്നെ കണ്ടെത്താൻ ഒരു വഴികാട്ടിയായി തന്റെ ആഭരണങ്ങൾ ഓരോന്നായി വഴിയിൽ ഉപേക്ഷിച്ചു. അപ്പോൾ ഈ കുറ്റകൃത്യത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ കാണാം. ഒന്നാമതായി, പുണ്യത്തെയും വിശുദ്ധിയെയും ഒരു ആയുധമാക്കി മാറ്റി. രണ്ടാമതായി, സീതയുടെ മുടിയിൽ പിടിച്ചതിലൂടെ തന്റെ നാശത്തിന് കാരണമായ ഒരു പഴയ പാപം അയാൾ ആവർത്തിക്കുകയായിരുന്നു. പിന്നെ ഈ മഹാപാപം നടക്കുമ്പോൾ പ്രകൃതി പോലും നിശബ്ദമായിപ്പോയി. അതായത് ഈ തന്ത്രത്തിന്റെ ഭീകരത അത് ധാർമ്മിക നിയമങ്ങളെ പല രീതിയിൽ ലംഘിച്ചു എന്നതിലാണ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: തിന്മക്ക് വാതിൽ തുറന്നുകൊടുക്കാൻ നന്മയെ തന്നെ ഒരു കാരണമാക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചതി. നമ്മുടെ ഉള്ളിലെ ഏറ്റവും നല്ല ഗുണങ്ങളെ നമുക്കെതിരെ തന്നെ ഒരു ആയുധമാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് ഈ കഥ. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു ചോദ്യത്തിന് മുന്നിലാണ് നമ്മൾ എത്തിക്കുന്നത്. നിയമങ്ങളും നന്മയൊക്കെ നമുക്കെതിരെ ആയുധങ്ങളായി ഉപയോഗിക്കുമ്പോൾ എന്താണ് നമ്മുടെ ശരിക്കുള്ള പ്രതിരോധം? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.